भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ഏകാദശ സ്കന്ധ അഥ തൃതീയോധ്യായ. രാജോവാച പരസ്യ വിഷ്ണോരീശസ്യ മായിനാമപി മോഹിനിം മായാം വേദിതുമിച്ഛാമോ ഭഗവന്തോ ബ്രുവന്തു നാനുതൃപ്യേജുഷൻ യുഷ്മദ്വചോ ഹരികഥാമൃതം സംസാരതാപനിഷ്ടപ്തോ മർത്യസ്തത്താപഭേഷജം. അന്തരിക്ഷ ഉവാച ഏഭിർഭൂതാനി ഭൂതാത്മാ മഹാഭൂതൈർമഹാഭുജ സസർജോച്ചാവചാനാദ്യാ സ്വമാത്രാത്മപ്രസിദ്ധയേ. ഏവം സൃഷ്ടാനി ഭൂതാനി പ്രവിഷ്ട പഞ്ചധാതുഭിः ഏകധാ ദശധാത്മാനം വിഭജഞ്ജുഷത്തെ ഗുണാൻ. ഗുണൈർഗുണാൻ സഭുഞ്ജാനാത്മപ്രദ്യോതിതൈ പ്രഭു മന്യമാന ഇദം സൃഷ്ടമാത്മാനമിഹ സജ്ജത്തെ. കർമാണി കർമ്മഭിः കുർവൻ സ്വനിമിത്താനി ദേഹഭൃൽ തത്തത്കർമ്മഫലം ഗൃഹ്ണൻ ഭ്രമതീഹ സുഖേതരം. ഇദ്ധം കർമ്മഗതിർഗച്ഛൻ ബഹ്വഭദ്രവഃ പുമാൻ ആഭൂതസംപ്ലവാൻ സർഗപ്രളയാവശ്നുതേവശ. ധാതൂപപ്ലവാസന്നേ വ്യക്തം ദ്രവ്യഗുണാത്മകം അനാദിനിധനകാലോ ഹ്യവ്യക്തായാപകർഷതി. ശതവർഷാഹ്യനാവൃഷ്ടിർഭവിഷ്യത്യുൽബണാ ഭുവി തത്കാലോപചിതോഷ്ണാർക്കോ ലോകാം സ്ത്രീൻ പ്രതപിഷ്യതി. പാതാളതലമാരഭ്യ സംഘർഷണമുഖാനല ദഹന്നൂർധ്വശിഖോ വിശ്വവർദ്ധത്തെ വായുനേരിത. സാംവർത്തകോ മേഘഗണോ വർഷതി സ്മ ശതം സമാം ധാരാഭിർഹസ്തിഹസ്താഭിർലീയത്തെ സലിലേ വിരാട്. തതോ വിരാജമുത്സൃജ്യ വൈരാജ പുരുഷോ നൃപ അവ്യക്തം വിശത്തെ സൂക്ഷ്മം നിരിന്ധന ഇവാനല. വായുനാ ഹൃതഗന്ധാഭൂസലിലത്വായ കൽപ്പത്തെ സലിലം തദ്ധൃതരസം ജ്യോതിഷ്ട്വായോപകൽപ്പത്തെ. ഹൃതരൂപം തു തമസാ വായൗ ജ്യോതി പ്രളീയത്തെ. ഹൃതസ്പർശോവകാശേന വായുർനഭസി ലീയത്തെ. കാലാത്മനാ ഹൃതഗുണം നഭാത്മനി ലീയത്തെ. ഇന്ദ്രിയാണി മനോബുദ്ധി സഹ വൈകാരികൈർനൃപ പ്രവിശന്തി ഹ്യഹങ്കാരം സ്വഗുണൈരഹമാത്മനി. ഏഷാ മായാ ഭഗവത സർഗസ്ഥിത്യന്തകാരിണി. ത്രിവർണാവർണിതാസ്മാഭിः കിം ഭൂയ ശ്രോതുമിച്ഛസി. രാജോവാച അഥൈതാമൈശ്വരീം മായാം ദുസ്തരാമകൃതാത്മഭീം തരന്ത്യഞ്ജ സ്ഥൂലധിയോ മഹർഷ ഇദമുച്യതാം. പ്രബുദ്ധ ഉവാച
കർമാണ്യാരഭമാണാനാം ദുഃഖഹത്യൈ സുഖായ ച പശ്യേൽ പാകവിപര്യാസം മിഥുനീചാരിണാം നൃണാം നിത്യാർത്തിതേന വിത്തേന ദുർലഭേനാത്മമൃത്യുന ഗൃഹാവത്യാപ്തപശുഭി കാ പ്രീതി സാധിതൈശ്ചലൈ ഏവം ലോകം പരം വിദ്യാന്നശ്വരം കർമ്മ നിർമ്മിതം സതുല്യാതിശയധ്വംസം യഥാ മണ്ഡലവർത്തിനാം തസ്മാത് ഗുരും പ്രപദ്യേത ജിജ്ഞാസുശ്രേയ ഉത്തമം ശാബ്ദ പരേച നിഷ്ണാതം ബ്രഹ്മണ്യുപശമാശ്രയം തത്ര ഭാഗവതാൻ ധർമാൻ ശിക്ഷേൽ ഗുർവാത്മദൈവത അമായയാനുവൃത്യായേ സ്തുഷ്യേതാത്മാത്മദോ ഹരി സർവതോ മനസോ സംഗമാദോ സംഗം ച സാധുഷു ദയാം മൈത്രിം പ്രശ്രയൻ ച ഭൂതേഷ്വദ്ധാ യഥോചിതം ശൗചം തപസ്തിദിക്ഷാം ച മൗനം സ്വാധ്യായമാർജവം ബ്രഹ്മചര്യമഹിംസാം ച സമത്വം ദ്വന്ദ്വസംജ്ഞയോ സർവത്രാത്മേശ്വരാന്വീക്ഷാം കൈവല്യമനികേതനം വിവിക്തചീരവസനം സന്തോഷം യേന കേനചിൽ ശ്രദ്ധാം ഭാഗവതേ ശാസ്ത്രേ അനിന്ദാമന്യത്ര ചാഭിഃ മനോവാക്കായ ദണ്ഡം ച സത്യം ശമദമാവപി ശ്രവണം കീർത്തനം ധ്യാനം ഹരേരദ്ഭുതകർമ്മണ ജന്മകർമ്മഗുണാനാം ച തദർത്ഥേഖിലചേഷ്ടിതം ഇഷ്ടം ദത്തം തപോജപ്തം വൃത്തം യച്ചാത്മന പ്രിയം ദാരാൻ സുതാൻ ഗൃഹാൻ പ്രാണാൻ യത്പരസ്മൈ നിവേദനം ഏവം കൃഷ്ണാത്മനാഥേഷു മനുഷ്യേഷു ച സൗഹൃദം പരിചര്യാം ചോഭയത്രാമഹർഷു നൃഷു സാധുഷു പരസ്പരാനുകഥനം പാവനം ഭഗവദ്യശ മിഥോരതിർമിഥസ്തുഷ്ടിർനിവൃത്തിർമിഥാത്മന സ്മരന്ത സ്മാരയന്തശ്ചാമിഥൗഘൗഘഹരം ഹരിം ഭക്ത്യ സംജാതയാ ഭക്ത്യാ ബിഭ്രത്യുൽപുളകാം തനും ക്വചിദ്രുദന്ത്യച്യുത ചിന്തയാ ക്വചിൽ ഹസന്തി നന്ദന്തി വദന്ത്യലൗകികാം നൃത്യന്തി ഗായന്ത്യനുശീലയന്ത്യജം ഭവന്തി തൂക്ഷ്ണീം പരമേത്യ നിർവൃതാം ഇതി ഭാഗവതാൻ ധർമാൻ ശിക്ഷൻ ഭക്ത്യാ തദുദ്ധയാ നാരായണ പരോ മായാമഞ്ജസ്തരതി ദുസ്തരാം രാജോവാച നാരായണാഭിധാനസ്യ ബ്രഹ്മണ പരമാത്മന നിഷ്ഠാമർഹതനോ വക്തും യൂയം ഹി ബ്രഹ്മവിത്തമാ പിപ്പലായന ഉവാച സ്ഥിത്യുദ്ഭവ പ്രളയഹേതുരഹേതുരസ്യേൽ സ്വപ്നജാഗര സുഷുപ്തിഷു സദ്ഭൈശ്ച ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തിയേന സഞ്ജീവിതാനി തദവേഹി പരം നരേന്ദ്ര നൈതന്മനോ വിശതി വാകുത ചക്ഷുരാത്മാ പ്രാണേന്ദ്രിയാണി ച യഥാനലമർച്ചിഷസ്വ ശബ്ദോപി ബോധക നിഷേധതയാത്മമൂലം അർദ്ധോക്തമാഹയതൃതേ ന നിഷേധസിദ്ധി സത്വം രജസ്തമൈതി ത്രിവൃദേകമാദു സൂത്രം മഹാനഹമിതി പ്രവദന്തി ജീവം ജ്ഞാനക്രിയാർത്ഥഫലരൂപതയോരുശക്തി ബ്രഹ്മൈവ ഭാതി സദസച്ച തയോ പരം യൽ നാത്മാ ജജാനനമരിഷ്യതി നൈധതേ സൗ നക്ഷീയതേ സവനവിദ്യഭിചാരിണാം ഹി സർവത്ര ശശ്വതനപായുപലബ്ധിമാത്രം പ്രാണോ യഥേന്ദ്രിയബലേന വികൽപ്പിതം സൽ അണ്ഡേഷു പേശിഷു തരുഷ്വ വിനിശ്ചിതേഷു പ്രാണോ ഹി ജീവം വധാവതി തത്ര തത്ര സന്നേയതിന്ദ്രിയഗണേഹമി ച പ്രസുപ്തേ കൂടസ്ഥാശയമൃതേ തദനുസ്മൃതിർന്ന യർഹ്യബ്ജനാഭചരണൈഷണയോരുഭക്ത്യാ ചേതോമലാനി വിധമേൽ ഗുണജ കർമ്മജാനി തസ്മിൻ വിശുദ്ധൗപലഭ്യതാത്മതത്വം സാക്ഷാൽ യഥാമലദൃശോ സവിതൃപ്രകാശ രാജോവാച കർമ്മയോഗം വദത ന പുരുഷോ യേന സംസ്കൃത വിധൂയേഹാശു കർമാണി നൈഷ്കർമ്മ്യം വിന്ദത്തെ പരം ഏവം പ്രശ്നമൃഷീൻ പൂർവമപൃച്ഛം വിതുരന്തികേ നാബ്രുവൻ ബ്രഹ്മണ പുത്രാസ്തത്ര കാരണമുച്യതാം ആവിർഹോത്ര ഉവാച കർമാകർമ്മ വികർമ്മേതി വേദവാദോ ന ലൗകിക വേദസ്യ ചേശ്വരാത്മത്വാത് തത്ര മുഹ്യന്തി സൂരയാ പരോക്ഷവാദോ വേദോയം ബാലാനാമനുശാസനം കർമ്മമോക്ഷായ കർമാണി വിധത്തെ ഹ്യഗതം യഥാ നാചരേൽ യസ്തു വേദോക്തം സ്വയമജ്ഞോ അജിതേന്ദ്രിയ
വികർമ്മണാഹ്യധർമ്മേണ മൃത്യോർമൃത്യുമുപൈതി സാം. വേദോക്തമേവ കുർവാണോ നിസ്സംഗോർപ്പിതമീശ്വരേ നൈഷ്കർമ്മ്യാം ലഭത്തെ സിദ്ധിം രോചനാർത്ഥ ഫലശ്രുതി. യാശു ഹൃദയ ഗ്രന്ഥിം നിർജിഹീർഷു പരാത്മന വിധിനോപചരേദ്ദേവം തന്ത്രോക്തേന ച കേശവം ലബ്ധാനുഗ്രഹാചാര്യാൽ തേന സന്ദർശിതാഗമ മഹാപുരുഷമഭ്യർച്ചൻ മൂർത്തിയാഭിമതയാത്മന ശുചിസമ്മുഖമാസീനാ പ്രാണസംയമനാദിഭി പിണ്ഡം വിശോധ്യ സന്യാസകൃതരക്ഷയോർച്ചേദ്ധരിം അർച്ചാദൗ ഹൃദയേ ചാപി യഥാ ലബ്ധോപചാരകൈ ദ്രവ്യക്ഷിത്യാത്മലിംഗാനി നിഷ്പാദ്യ പ്രോക്ഷ്യ ചാസനം പാദ്യാദീനുപകൽപ്യാധാ സന്നിധാപ്യ സമാഹിത ഹൃദാദിഭി കൃതന്യാസോ മൂലമന്ത്രേണ ചാർച്ചയേൽ സാംഗോപാംഗാം സപാർഷദാം താം താം മൂർത്തിം സ്വമന്ത്രത പാദ്യാഘ്യാചമനീയാദ്യൈ സ്നാനവാസോ വിഭൂഷണൈ ഗന്ധമാല്യാക്ഷതസ്രഗ്ഭിർധൂപദീപോപഹാരകൈ സാംഗം സംപൂജ്യ വിധിവൽ സ്തവൈ സ്തുത്വാ നമേദ്ധരിം ആത്മാനം തന്മയം ധ്യായൻ മൂർത്തിം സംപൂജയേദ്ധരേ ശേഷാമാധായ ശിരസാ സ്വധാംനുദ്വാസ്യ സൽകൃതം ഏവമഗ്നിർക്കതോയോദാവതിഥോ ഹൃദയേ ചയാ യജതീശ്വരമാത്മാനമചിരാൽ മുച്യത്തെ ഹി സാ. ശ്രീഹരേ നമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ ബ്രഹ്മകർമാദിനിരൂപണം നാമ തൃതീയോധ്യായം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃ കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 749 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ചില ശ്ലോകങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. 3-ാമത്തെ അധ്യായമാണ് നമ്മളിവിടെ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. നിമി മഹാരാജാവ് നവയോഗികളുടെ മുമ്പിലിരുന്ന് ഭഗവത് കഥകളെ അല്ലെങ്കിൽ ഭാഗവത ധർമ്മങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് പറഞ്ഞത്, ഈ മായയാണ് നമ്മളെ അജ്ഞാനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. മായയെ ജയിക്കുകയാണ് വേണ്ടത്. അപ്പൊ എന്താണ് മായയെന്നും ആ മായയെ മറികടക്കാനുള്ള വഴി എന്താണെന്നും ബ്രഹ്മത്തെയും കർമ്മത്തെയും കുറിച്ചൊക്കെയാണ് 3-ാമത്തെ അധ്യായത്തിൽ സവിസ്തരം പറയുന്നത്. ചോദിക്കണു, പരസ്യ വിഷ്ണോരീശസ്യാമായിനാമപി മോഹിനിം മായാം വേദിതുമിച്ഛാമോ ഭഗവന്തോ ബ്രുവന്തുന നാനുതൃപ്യേ ജുഷന്യുഷ്മദ്വചോ ഹരികഥാമൃതം സംസാര താപനിഷ്ഠപ്രതോ മർത്യസ്തത്വാപഭേഷജം എന്ന് പറയുന്നു. ഇവിടെ പരസ്യ ഈശസ്യ വിഷ്ണു, കാരണസ്വരൂപനായും ലോകത്തിന്റെ മുഴുവൻ നിയന്താവായും ഇരിക്കുന്ന വിഷ്ണുവിന്റെ മായിനാമപി, മായയെ പ്രയോഗിക്കാൻ ആ സമർത്ഥന്മാരായിരിക്കുന്ന ബ്രഹ്മാദികളെയും കൂടി മോഹിപ്പിക്കുന്ന മായ, ആ വിഷ്ണുവിന്റെ മായയെ വേദിതും ഇച്ഛാമ, അറിയാൻ ആഗ്രഹിക്കുന്നു. ഭഗവന്ത, ഭഗവാന്മാരായ നിങ്ങൾ, ന ബ്രുവന്തു, ഞങ്ങളോട് പറയണേ. നവയോഗികളുടെ മുമ്പിലിരുന്നാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാന്മാരായ നിങ്ങൾ, ഭവാന്മാർ എന്ന് പറഞ്ഞത്.
കാണപ്പെടുന്നതൊക്കെയും വിഷ്ണുമായയിൽ നിന്നുണ്ടായതാണ്, ജീവന്റെ സംസാരത്തിന് കാരണം മായയാണ് എന്ന് മുമ്പേ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ മായയെ മറുകര കടക്കാനുള്ള വഴി എന്താണ്? മായാസ്വരൂപത്തെ അറിയണം. കാരണം മഹാവിഷ്ണുവിന്റെ മായ ബ്രഹ്മരുദ്രാദി ദേവന്മാരെ കൂടി മോഹിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള ആ മായയുടെ സ്വരൂപം എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. അത് ഞങ്ങളോട് ഉപദേശിക്കണേ, ഞങ്ങൾക്ക് പറഞ്ഞു തരണേ. അതിനെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് കഴിയും. സംസാര താപനിഷ്ഠപ്രഹ, പ്രപഞ്ച ദുഃഖത്തിൽ തപിക്കപ്പെട്ട്, മർത്യ, മരണസ്വഭാവമുള്ളവനായ ഞാൻ, മർത്യൻ എന്ന് പറഞ്ഞാൽ മരണമുള്ളവൻ, നമ്മൾ ഓരോരുത്തരും, താപഭേഷജം, ആ ദുഃഖത്തിന് മരുന്നായിരിക്കുന്ന, ഭേഷജമായിരിക്കുന്ന, ദുഃഖത്തെ നശിപ്പിക്കുന്ന ഹരികഥാമൃതം, ഹരികഥയാകുന്ന അമൃതത്തെ ഒഴുക്കുന്ന യുഷ്മദ്വച, നിങ്ങളുടെ വാക്കിനെ ജുഷൻ, സേവിക്കുന്നവരായിട്ട് ന അനുതൃപ്തിയെ, തൃപ്തനായി തീരുന്നില്ല, എനിക്ക് മതിയാവുന്നില്ല എന്ന് പറയുന്ന പല രംഗങ്ങളും നമുക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കും. ഭഗവത് കഥകൾ കേട്ടിട്ട് മതിയാവുന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഉപദേശിക്കുന്ന വാക്ക് അത് അമൃതതുല്യമാണ്. അത് ആസ്വദിക്കുന്തോറും കൂടുതൽ കൂടുതൽ വേണം എന്നാണ് തോന്നുന്നത്. സംസാരത്തിലുള്ള ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം എന്നിങ്ങനെയുള്ള 3 തരത്തിലുള്ള താപങ്ങൾ, ആ താപത്തെ ഇല്ലാതെയാക്കുന്നതാണ് നിങ്ങളുടെ വാക്ക്. അങ്ങനെയുള്ള ആ നിങ്ങളുടെ വാക്കോ ആ താപം ഇനിമേലുണ്ടാക്കാവുന്ന വിധത്തിൽ നശിപ്പിക്കാൻ സാമർഥ്യമുള്ള ആനന്ദ അമൃത വർഷത്തെ സ്വീകരിക്കാൻ താല്പര്യമുണ്ട്. മനുഷ്യൻ മർത്യൻ എന്നറിയപ്പെടുന്നത് അവന് മരണമുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ വാക്ക് മരണഭീതിയെ ഇല്ലാതെയാക്കുന്ന, മരണമാകുന്ന രോഗത്തെ ഇല്ലാതെയാക്കുന്ന വലിയ ഭേഷജമാണ്. അത് കേൾക്കുന്നവർക്ക് സന്തോഷം നൽകുന്നു. ആ സന്തോഷത്തെ പറയുന്നവരുടെ അടുത്ത് അറിയിക്കുകയും ചെയ്യുക. അതാണ്. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാലോ, നമ്മളൊരു പ്രവൃത്തി ചെയ്തു കഴിയുമ്പോൾ ഒരാൾ അതിനെ അനുമോദിച്ചാൽ, എത്രയൊക്കെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പോലും ആ ഒരു അനുമോദനം അവരിൽ വല്ലാത്ത ആനന്ദത്തിനും ഉത്സാഹത്തിനും കാരണമാവും. ലൗകികമായ സുഖത്തെ വർദ്ധിപ്പിക്കുന്ന സംഭാഷണമല്ല, മറിച്ച് ഇവിടെ ആത്മീയ ആനന്ദത്തിന്റെ അഭൗമ തലങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്ന വളരെ വിശേഷമായ അമൃതാണ് ഇവരുടെ വാക്കുകൾ. അപ്പൊ തലയിൽ തീപിടിച്ചവനെ പോലെ സംസാര ദുഃഖത്തിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, ഗംഗാംഭസ്ഥ ഇവദ്യുപ എന്ന് മറ്റൊരിടത്ത് പറയുന്നത് പോലെ, ഗംഗയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു ആനയെ പോലെ, ആ എല്ലാ തരത്തിലുള്ള താപങ്ങളും ഇല്ലാതെയാക്കി നിൽക്കുന്നവനെ പോലെ അങ്ങ് നിൽക്കുന്നുണ്ടല്ലോ എന്ന് മറ്റൊരിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. യദു മഹാരാജാവ് അവധൂതന്റെ അടുത്ത് പറയുന്നത്, ദത്താത്രേയന്റെ അടുത്ത്. ഇനി നമ്മളത് കേൾക്കും. ഏതായാലും ഒരു വിവേകിക്ക് നവയോഗികളെ പോലെയുള്ള ഉത്തമാചാര്യന്മാരിൽ നിന്ന് ലഭിക്കുന്ന ലൗകികമായ ആത്മാനന്ദത്തെ ഉള്ളിൽ പ്രകാശിപ്പിച്ചു കഴിയുമ്പോൾ അത് തിരിച്ച് പറയുകയാണ്. നോക്കൂ, ഹരികഥ എത്ര കേട്ടാലും മതിവരാത്തതാണ്. അങ്ങനെ മതിവരാത്തൊരവസ്ഥ ഭക്തിയുടെ ലക്ഷണമാണ്. പറയുന്നുണ്ടല്ലോ, ശ്രീകൃഷ്ണാവതാരത്തിന് മുന്നോടിയായിട്ട് ശ്രീ ശിവബ്രഹ്മർഷിയുടെ അടുത്ത് പരീക്ഷിത്ത് പറയുന്നുണ്ട്, നൈഷാദി ദുസ്സഹാക്ഷുന്മാം തിക്തോതമവിബാധത്തെ പിബന്ധം തൊന്മുഖാംഭോജച്യുതം ഹരികഥാമൃതം എന്ന് പറയുന്നുണ്ട്. അപ്പോ ഹരികഥാശ്രവണം ഭക്തി വർദ്ധിപ്പിക്കാനും കൂടി കാരണമാണ്. അതുകൊണ്ട് പരമജ്ഞാനികളായിട്ടുള്ള നവയോഗികളോട് പറയുകയാണ്, ആ കഥകളെ വീണ്ടും വീണ്ടും പറഞ്ഞു തരൂ നിമി മഹാരാജാവ്. അപ്പോ അന്തരീക്ഷൻ എന്ന യോഗീശ്വരനാണ് മറുപടി പറയുന്നത്. ആദ്യം കവി, പിന്നെ ഹരി, ഇപ്പതാ ഈ അധ്യായത്തിന്റെ ആദ്യത്തിൽ അന്തരീക്ഷൻ. ഏഭിർഭൂതാനി ഭൂതാത്മാ മഹാഭൂതൈർ മഹാഭുജ സസജ്ജോച്ചാവചാനാദ്യ സ്വമാത്രാത്മപ്രസിദ്ധയെ. ഏഭി മഹാഭൂതൈ, ഈ മഹാഭൂതങ്ങളെ കൊണ്ട് ആദ്യ, ആദിയിലുള്ളവനും, ഭൂതാത്മാ ഭൂതസ്വരൂപനും, മഹാഭുജ മഹാശക്തനുമായ ഭഗവാൻ, ഉച്ചാവചാനി പലതരത്തിലിരിക്കുന്ന ഭൂതാനി ഭൂതങ്ങളെ
സ്വമാത്രാത്മപ്രസിദ്ധയെ സ്വമാത്രാത്മപ്രസിദ്ധിക്കായി സൃഷ്ടിച്ചു. ഭഗവത് സൃഷ്ടിയെക്കുറിച്ച് പറയുക, മായയുടെ ശക്തി ഇന്ന തരത്തിലാണെന്ന് ചിന്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സ്വരൂപ നിരൂപണം സാധ്യമല്ല. അതുകൊണ്ട് അപ്പൊ സൃഷ്ടി മുതലായ മായാകാര്യങ്ങളെ ആദ്യം പറയാം. അപ്പോ കാരണമായ മായാസ്വരൂപത്തെ അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അത്രയേ ഉള്ളൂ. സൃഷ്ടിയെ പറയുന്നത് ഒരു കൽപ്പത്തെ ആശ്രയിച്ചല്ലാതെ പറയാൻ സാധിക്കില്ല. കൽപ്പാരംഭത്തിലും കൽപ്പത്തിന്റെ അവസാനത്തിലും ഭഗവാൻ, എല്ലാത്തിനും കാരണമായി കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഉള്ളത് ഭഗവാൻ മാത്രം. അതുകൊണ്ടാണ് ഭഗവാനെ ആദ്യൻ എന്ന് വിളിച്ചത്. പിന്നെ എന്തും ചെയ്യാൻ കഴിവുള്ളവനാണ് ഭഗവാൻ. അതുകൊണ്ട് മഹാഭുജൻ എന്ന് ഭഗവാനെ പറഞ്ഞു. ഭൂമി, അഗ്നി, വായു, ജലം, ആകാശം ഇങ്ങനെയുള്ള ആ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ദേവൻ, മനുഷ്യൻ എന്ന രീതിയിൽ ഉച്ചാവചാനി പലതരത്തിൽ ഉത്കൃഷ്ടവും നികൃഷ്ടവുമായിട്ടുള്ള പലതരത്തിലുള്ള ദേഹങ്ങളെ ഭഗവാൻ സൃഷ്ടിച്ചു. സൃഷ്ടിക്കാനുള്ള സാധനങ്ങളായ ഭൂതങ്ങൾ ഭഗവാനെ കൂടെ വേറെ ഇല്ല, ഭഗവാൻ മാത്രമാണ് ഏകസത്യം എന്നുള്ളത് കൊണ്ട് ഭഗവാൻ ഭൂതാത്മാ, ഭൂതസ്വരൂപനാണ് എന്ന് പറയുന്നു. ഭൂതങ്ങൾ ഭഗവാനിൽ നിന്ന് ഭിന്നമല്ല. പിന്നെ ഇങ്ങനെ സൃഷ്ടിക്കുന്നത് എന്തിനാണ് എന്ന് നമുക്ക് സംശയം ഉണ്ടാവും. അപ്പൊ പറയാണ് സ്വമാത്രാത്മപ്രസിദ്ധി, ജീവരൂപേണ സകല ശരീരങ്ങളിലും വസിക്കുന്ന തന്റെയും ശബ്ദാദി വിഷയങ്ങളുടെയും മോക്ഷത്തിന്റെയും പ്രസിദ്ധിക്ക് വേണ്ടി ഭഗവാൻ ഇങ്ങനെ ചെയ്തു എന്നാണ്. ജീവികളുടെ കർമ്മങ്ങളോ അത് പലതരത്തിലാണ്. അവരുടെ കർമാനുസരണം വിഷയസുഖത്തെയും മോക്ഷസുഖത്തെയും നൽകാൻ ഭഗവാൻ സൃഷ്ടിയാദി ലീലകൾ നടത്തുന്നു. തന്റെ അംശമായ ജീവന് ഉത്കൃഷ്ടമായിരിക്കുന്ന ഗതി, ആ ഭഗവാനിലേക്കുള്ള ചേർച്ചയാണ് ഉണ്ടാവേണ്ടത്. അജ്ഞാനത്തെ ആശ്രയിച്ചാണ് അംശം എന്നുള്ള വ്യവഹാരം ജീവാത്മാവിനെ കുറിച്ച് ചെയ്തിരിക്കുന്നത്. അംശം, അംശി എന്ന ഭേദം സത്യത്തിൽ ആത്മാവിലില്ല. ബിംബ പ്രതിബിംബഭാവത്തെയും ഉപാധിഭേദം കൊണ്ട് പ്രതിബിംബത്തിൽ കാണപ്പെടുന്ന ശുദ്ധാശുദ്ധി ജ്ഞാനോത്കർഷാപകർഷങ്ങളെയും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജീവൻ ആത്മാംശമാണ് എന്ന് അവിടെ പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചത്. ഇങ്ങനെ ഭഗവാൻ സൃഷ്ടിച്ചു. ഏവം സൃഷ്ടാനി ഭൂതാനി പ്രവിഷ്ട പഞ്ചധാതുഭി ഏകഥാ ദശധാത്മാനം വിഭജൻ ജുഷത്തെ ഗുണാൻ. ഏവം പഞ്ചധാതുഭി, ഇങ്ങനെ 5 ഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടാനി ഉണ്ടാക്കപ്പെട്ട ഭൂതങ്ങളെ ഏകഥ ഒന്നായിട്ടും ദശധ 10ആയിട്ടും ആത്മാനം വിഭജൻ ആത്മാവിനെ വിഭാഗിച്ചിട്ട് പ്രവിഷ്ട അതിലേക്ക് പ്രവേശിച്ചിട്ട് ഗുണാൻ ജുഷത്തെ വിഷയങ്ങളെ സേവിക്കുന്നു. നേരത്തെ പറഞ്ഞു പൃഥിവി വായുരാകാശ ആപോഗ്നി. ഇതാണ് പൃഥിവി, ജലം, അഗ്നി, വായു, ആകാശം. ഈ 5 ഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ദേവൻ, മനുഷ്യൻ തുടങ്ങിയ ശരീരങ്ങളിൽ ജീവരൂപേണ പ്രവേശിച്ചു ആര്? ഭഗവാൻ. അങ്ങനെ അന്ധക്കരണാഭിമാനി എന്ന നിലയിൽ ഒന്നായിട്ടും ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ എന്നുള്ള രീതിയിൽ 10ആയിട്ടും തന്നെ താൻ വിഭാഗിച്ച് ഓരോന്നിലും പ്രതിഫലിച്ച് ശബ്ദാദി വിഷയങ്ങളെ ശ്രോത്രാദി കരണങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നു. ഇത് ജീവസ്വഭാവമാണെന്നാണ്. അപ്പൊ സൃഷ്ടികർത്താവായ ഭഗവാൻ തന്നെയാണ് ഭോക്താവ് എന്ന നിലയിലും ഇരിക്കുന്നത്. അതുകൊണ്ട് ജീവൻ ബ്രഹ്മാഭിന്നനാകുന്നു. ആ സത്യവിസ്മൃതിയുടെ നാശം, അതാണ് മോക്ഷം. ജീവന്റെ മോക്ഷപ്രാപ്തിക്കായിട്ട് സൃഷ്ടിച്ച ഭൂതങ്ങളിൽ അന്തര്യാമി രൂപേണ ഭഗവാൻ പ്രവേശിച്ചു. തൽ സൃഷ്ട്വാ തദേവാനുപ്രാപിശൽ, അതിനെ സൃഷ്ടിച്ച് അതിലേക്ക് പ്രവേശിച്ചു ഭഗവാൻ. അപ്പൊ ജീവൻ അന്ധക്കരണോപഹിത ചൈതന്യം ജീവനും തൽ സാക്ഷി ചൈതന്യം ഈശ്വരനും എന്ന് മനസ്സിലാക്കാം. ശരീരേന്ദ്രിയാന്തക്കരണാദി നിർമ്മാണ സാമഗ്രികളുടെ ഉത്ഭവസ്ഥാനം അത് ഈശ്വരന്റെ ശക്തിസ്വരൂപമായ മായയാണ്. ഇച്ഛാരൂപമായ ഭഗവാന്റെ കടാക്ഷം ഭൂതങ്ങളുടെ ഉൽപ്പത്തിക്ക് കാരണം. അങ്ങനെ ഭൂമി തുടങ്ങിയ സകല ഭൂതങ്ങളും മായാകാര്യങ്ങൾ ആയതുകൊണ്ടാണ് ലോകം മായാമയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രപഞ്ചം അത് മിഥ്യയാണ്, അല്ലേ? മറിച്ച് ബ്രഹ്മം സത്യമാണ്, ജഗത് മിഥ്യ, ബ്രഹ്മസത്യം എന്നൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നു.
ആ ഭാഗത്തോടുകൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ്. ഈ ഉപദേശം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വളരെ വിശേഷമായിട്ടുള്ള, വളരെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളും ഭാവങ്ങളുമാണ് നമ്മൾ ഇതിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ വേണ്ട പോലെ മനസ്സിലാക്കാൻ ആ ഭഗവാൻ തന്നെ സർവ നിയന്ത്രാത്മാവായിരിക്കുന്ന ഭൂതാത്മാ മഹാഭൂതൈർ മഹാഭുജ എന്ന രീതിയിൽ ആ ഭഗവാൻ തന്നെ നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ
ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. 「 ഹരി ഓം.